guys, hello guys, hello guys, hello guys. എൻ്റെ പൊന്നസി, ഇതിപ്പോൾ എത്രാമത്തെ ഹലോ ഗൈസ് ആണ്? ഒന്നങ്ങോട്ട് പറയുന്നത് പെണ്ണുങ്ങളെ, ഇത് കഴിഞ്ഞിട്ട് വേറെ പരിപാടി ഇല്ലതാ. ഇപ്പം ശരിയാക്കാം. അടുത്ത ഡേറ്റിൽ ഞാൻ എന്തായാലും ശരിയാക്കും. ശരിയാവോ? ഈ കോഴി എന്നാല് ഹലോ ഗൈസ്, വെൽക്കം ടു അഫ്സീസ് വേൾഡ്. അഫ്സീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ മെൻ്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളും സ്ട്രെസ്സും ഒക്കെ അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം നമ്മളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ലൈഫിൻ്റെ ചെറിയൊരു പാർട്ട് മാത്രമായിട്ട് കാണാം. എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രശ്നം വരും. അപ്പോൾ അതും തരണം ചെയ്യണം, എന്നാലേ ലൈഫ് മുന്നോട്ട് പോവുള്ളൂ. നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നാലേ നമ്മളുടെ ബാക്കിലുള്ള ആൾക്കാർക്ക് ഒരു ലൈഫുള്ളൂ എന്നൊക്കെയുള്ള ആൾക്കാരുണ്ടാവില്ലേ. അങ്ങനെയുള്ള ആൾക്കാർ ദയവ് ചെയ്ത് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടന്ന് അതിങ്ങനെ ആലോചിച്ച് വിഷമിച്ച് അതന്നെ ഒരു വലിയ പ്രശ്നമാക്കി കണ്ട് എനിക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല, മൂവ് ഓൺ ചെയ്യാൻ കഴിയില്ല, ഇപ്പോഴുള്ള ഈ പ്രശ്നം എന്നെ കൂടെ ഒറ്റയ്ക്ക് പറ്റില്ല, അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു പ്രശ്നം ഉണ്ടാവുക, അതിന് സൊല്യൂഷൻ കാണുക, പിന്നെ അടുത്ത പ്രശ്നം വരിക, അതിന് സൊല്യൂഷൻ ഉണ്ടാവുക, ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ തന്നെയാണ് ലൈഫ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങൾ വന്നേക്കാം. ചിലപ്പോൾ അത് ചില ആൾക്കാരായിരിക്കും, ചിലപ്പോൾ ഫിനാൻഷ്യലി ഉള്ള നഷ്ടങ്ങളായിരിക്കും, ചിലപ്പോൾ ലവ് ലോസ്റ്റ് ആയിരിക്കും. എല്ലാം നമ്മുടെ ലൈഫിൽ ഓരോ ടൈമിൽ വരെയും ഒരു ടൈം ആകുമ്പോൾ നമ്മൾ ഇട്ടിട്ട് പോയാൽ നമുക്ക് നഷ്ടമാവുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയെടുക്കാം. പിന്നെ മടി, എന്തെങ്കിലും ചെയ്യാനുള്ള മടി, അതാണ് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളിലും നമ്മളെ ഇങ്ങനെ എന്താ പറയുക, പല പ്രശ്നങ്ങളും കൊണ്ടുവരുന്നത്, വലിയ വലിയ പ്രശ്നങ്ങളായി തീരുന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട് എന്താ പറയുക മുന്നോട്ട് പോകാൻ ഉറപ്പായിട്ടും പറ്റും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പം നമ്മളെ ലൈഫ് അടിപൊളിയായിട്ട് പോകും. പിന്നെ ഒരു പ്രശ്നങ്ങളും നമ്മളെങ്ങനെ ഡൗൺ ആക്കാനുള്ള ഒരു കാരണമായിട്ട് ഒരിക്കലും എടുക്കരുത്. നമ്മൾ ലൈഫിൽ ഇങ്ങനെ സ്റ്റെക്കായി പോകുന്ന സമയത്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മളുടെ ആവശ്യമാണ്. നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് നമ്മളുടെ ആവശ്യമാണ്. അപ്പം നമ്മൾ തന്നെ നമ്മളുടെ ബെസ്റ്റ് മോട്ടിവേറ്റർ ആവുക. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം അതിനെ ഓക്കെ ആക്കി, ഇല്ലടി നിനക്ക് ഞാനുണ്ടെന്ന് സ്വയം പറഞ്ഞ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. പിന്നെ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളെ ഷൂ എന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് കയറ്റിയൊന്ന് വിട്ടേക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ആവാനുള്ള എല്ലാ വഴികളും കണ്ടെത്തുക. എന്നിട്ട് ലൈഫ് ചെറുതല്ലേ ഉള്ളൂ, അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. ഓരോ മൊമെൻറ്റും വിലപ്പെട്ടതായിട്ട് കാണുക. അത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അത്ര തന്നെ. പിന്നെ ഇതിപ്പോൾ മോട്ടിവേഷൻ ക്ലാസ് ആയോ, വ്ളോഗൊക്കെ അഫ്സി നിർത്തിയോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അതൊന്നുമല്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം എന്നെ ഞാൻ കുറേ മോട്ടിവേറ്റ് ചെയ്തിട്ട് 2 ദിവസമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഓക്കെ ആക്കി കൊണ്ടുവന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ദിവസമായിട്ട് നല്ല മടി, ഒന്നിലും ആക്റ്റീവ് ആകാൻ തോന്നുന്നില്ല, എന്നെക്കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഒരു വെറുതെ വേണ്ടാത്തൊരു ചിന്ത ഇങ്ങനെ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വരും. അത് എന്നെ നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഇടയ്ക്ക് ഞാൻ ഒന്നും ചെയ്യുന്നില്ലേ, എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാണ്ടായിപ്പോയോ, അങ്ങനെയൊക്കെ ഒരു തോന്നൽ ഇടയ്ക്ക് ഇങ്ങനെ വരും. അവിടെ നിന്നൊക്കെ ഞാൻ എന്നെ ഓവർകം ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ഇപ്പം പിടിച്ചെണീപ്പിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ്റെ ഈ ഒരു മോഡ് നിങ്ങളുടെ അടുത്തൊക്കെ ഷെയർ ചെയ്താൽ, ഞാൻ വലിയ മോട്ടിവേറ്റിംഗ് സ്പീക്കറോ അങ്ങനെയൊന്നുമല്ല, ഞാൻ വലിയ മോട്ടിവേറ്ററൊന്നുമല്ല. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നിയ കാര്യം നിങ്ങളുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്താൽ, ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് എൻ്റെ ഇതേ ഒരു സിറ്റുവേഷനോ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ചെറുതായിട്ടെങ്കിലും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയാൽ, അവരുടെ മൈൻഡ് ഒന്ന് ഓക്കെ ആക്കാൻ പറ്റിയാൽ അതെൻ്റെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുകയാണ്. ഓക്കെ, അതൊക്കെ പോട്ടെ. നമുക്ക്
ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നൊന്ന് സ്കൂളിൽ പോവാം കേട്ടോ. സ്കൂളിൽ പോകുന്നത് എന്തിനാണെന്നല്ലേ, ക്ലാസ്സൊന്നുമല്ല, എനിക്ക് PTA മീറ്റിംഗ് ആണ്. 10:30 to 4 o'clock വരെ PTA മീറ്റിംഗ് ആണ്. രണ്ടാളുണ്ടല്ലോ, രണ്ടാളുടെയും PTA മീറ്റിംഗ് ഒരേ ദിവസം തന്നെയാണ്. അപ്പോൾ തീരും. ഇന്നിപ്പം സ്കൂളില്ല, സ്കൂളിൽ അവർക്ക് ക്ലാസ് ഒന്നുമില്ല. എന്താ പറയുക, ഇന്ന് മീറ്റിംഗ് ഡേ ആണ്. സ്കൂളിൽ പോവുക, അവരുടെ ഈ അക്കാഡമിക് ഇയറിലുള്ള ഫസ്റ്റ് മീറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും പോകണം. ഞാൻ മനു LKG പഠിക്കുന്ന സമയത്താണ് അവരുടെ സ്കൂളിൽ PTA മീറ്റിങ്ങിനൊക്കെ പോയിട്ടുള്ളത്. പിന്നെ ആർട്സിനൊക്കെ പോകും. ആർട്സിന് അവരുടെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോകലുണ്ട്. അല്ലാണ്ട് ഇതുവരെ മീറ്റിംഗ് നോക്കി പോകാൻ പറ്റിയില്ല. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് പിന്നെ അതിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അവരുടെ ഫസ്റ്റ് PTA മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്. പോകുമ്പോൾ അവർ രണ്ടാളെയും കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ടെങ്കിൽ പോകാൻ പറ്റില്ല, ഇന്ന് സ്കൂളിൻ്റെ അല്ല. അതുകൊണ്ട് ഞാൻ അവരെയും കൂടെ കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് ഭയങ്കര വാല്യുബിളാണ്. ഇങ്ങനെ കുറേ ആൾക്കാർ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ വീഡിയോനെ കുറിച്ചും അതിൻ്റെ ക്ലാരിറ്റി കുറവൊക്കെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അടുത്ത് പറയുമെങ്കിൽ അപ്പം അതിനനുസരിച്ച് എൻ്റെ വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാം. ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ എന്താ പറയുക, എനിക്ക് നിങ്ങളുടെ അടുത്തു നിന്നുള്ള ഓരോ സജഷൻസ് കിട്ടുന്നത് എൻ്റെ വീഡിയോ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കുമല്ലോ. അപ്പോൾ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഞാനിനി എൻ്റെ അടുത്ത് നിങ്ങൾ എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ ഞാൻ അതനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഗൈസ്, ഞാൻ റെഡി ആയിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഇതിനെ ഒന്ന് സ്ഥാപിക്കട്ടെ. അപ്പോൾ ഓക്കെ, ഞാൻ റെഡി ആയിട്ടുണ്ട്. സമയം കുറച്ച് ലേറ്റായിപ്പോയി. എല്ലാം സെറ്റാക്കി വരുമ്പോഴേക്കും മനുവിന് ക്ലാസ് ഇല്ല, ദിനുവിന് ആഫ്റ്റർനൂൺ വരെ ക്ലാസ് ഉണ്ട്. രണ്ടാൾക്കുള്ള ലഞ്ച് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ലഞ്ചും സ്നാക്സൊക്കെ എടുക്കുന്നുണ്ടോ? സ്നാക്സ് ഞാൻ റെഡി ആക്കിയില്ല, അത് സെറ്റാക്കണം. ഞാനില്ല, ഇതിൻ്റെ കൂടെ ഈ ഒരു ബാഗും കൂടെ ഇടുന്നുണ്ട്. ഇതുകൂടെ ഇട്ട് ഇങ്ങനെ കൊഞ്ചാക്കാനാണ് ഉദ്ദേശം. സ്നാക്സിന് ഞാൻ കുറച്ച് നട്ട്സാണ് എടുത്തത്. അത് രണ്ടാൾക്കും വെച്ചിട്ടുണ്ട്. ഞാൻ ഓട്ടോ വിളിച്ചിട്ടുണ്ട്, ഓട്ടോ വന്നിട്ടുണ്ട്. ഇനി പോകാൻ നോക്കി. എനിക്ക് ആദ്യം ഒന്ന് ATM പോകണം. ATM പോയിട്ട് കുറച്ച് ക്യാഷ് എടുത്തിട്ട് വേണം സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഒന്ന് ATM പോകുന്നുണ്ട്. പിന്നെ സ്കൂളിലേക്ക് ബസ്സിൽ കുട്ടികളെ മദ്രസിനെ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് പോവും. ഓക്കെ, അങ്ങനെ സ്കൂളിലെത്തിയിട്ടോ. മനുവിനോട് ഞാൻ ഗേറ്റിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. പക്ഷെ ആശാൻ അവിടെ എവിടെയും കാണാനില്ല. അവസാനം ഞാൻ കണ്ടുപിടിച്ച് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഈ പണിയൊക്കെ നിങ്ങൾക്ക് അറിയാലേ? ഇതൊക്കെ അറിയാലേ? എന്താ വൃത്തി, നീറ്റാക്കി ചെയ്തിരുന്നല്ലോ. ഒരു ഉമ്മ എന്നുള്ള നിലക്ക് എൻ്റെ മനസ്സും കണ്ണും ഒക്കെ നിറഞ്ഞു പോയൊരു മൊമെൻ്റാണ് കേട്ടോ അടുത്തത്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഓട്ടോ പുറത്ത് വന്നു കേട്ടോ. ഓട്ടോ വന്നതെന്ന് കണ്ടപ്പോൾ മനു ഓടിപ്പോയിട്ട് വീൽ ചെയർ എടുത്തിട്ട് വന്നിട്ടോ. അവൻ്റെ ക്ലാസ്സിൽ ഫിസിക്കലി ഡിസേബിലിറ്റി ഉള്ള ഒരു മോളുണ്ട്. അവളെക്കുറിച്ചൊക്കെ പറയും. അവനായിട്ട് നല്ല കൂട്ടാണ്, നല്ല കമ്പനിയാണ്. അവളെ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയലുണ്ട് കേട്ടോ. പക്ഷെ അവളത്രയും എന്താ പറയുക, അത്രയും ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണെന്ന് ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞു കേട്ടോ. അവൻ്റെ ക്ലാസ്സിൽ ഫേവറേറ്റ് പേഴ്സണാണ് ഈ മോളെന്ന് എന്നോട് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയലുണ്ട്. തലേ ദിവസം കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ഉള്ളൂ അവളെ കാര്യം. അവൾ നടക്കുന്നുണ്ട്, ആദ്യം നടക്കൂലായിരുന്നു ഉമ്മ, ഇപ്പം നടക്കുന്നുണ്ട്, നടത്തിക്കലുണ്ട് സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞിട്ടോ. ഈ മോളെ അമ്മ ഇവരെ ഫിസിക്കൽ ട്രെയിനിങ്ങിൻ്റെ ടീച്ചറും കൂടിയാണ് കേട്ടോ. നേതിക എന്നാട്ടോ മോളെ പേര്. മനു നേതിക നല്ല കമ്പനിയാണെന്ന് ക്ലാസ് ടീച്ചറും നേതികേൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടോ. ഇങ്ങനെ അവളുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ഹെൽപ്പിംഗ് ആയിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ എന്താ പറയുക, എനിക്ക് നല്ല സന്തോഷമായിട്ടോ. മനുവിൻ്റെ ഉമ്മ എന്നുള്ള നിലക്ക് ഞാൻ ശരിക്കും പ്രൗഡാണ്. കുറച്ച് സമയം മനുവിൻ്റെ മിസ്സുമാരോട് വിശേഷമൊക്കെ സംസാരിച്ചിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ മുകളിലേക്ക് കയറിപ്പോയി. ഇന്ന് CPTA കൂടെ പാരൻസിനൊരു വർക്ക്ഷോപ്പ് ഉണ്ട് കേട്ടോ, മാത്സിൻ്റെ.
മാത്ത് മാജിക് എന്നായിരുന്നു കേട്ടോ അതിൻ്റെ പേര്. അങ്ങനെ മീറ്റിംഗ് സ്റ്റാർട്ടായി. വർക്ക്ഷോപ്പിന് ഗ്രൂപ്പ് വൈസ് ആയിട്ടാണ് കേട്ടോ വർക്ക്ഷോപ്പ് ചെയ്യാണ്ടായിരുന്നത്. ഓരോ ഗ്രൂപ്പിനും ഓരോ തീം തരും. ഞങ്ങളെ ഗ്രൂപ്പിന് കിട്ടിയ തീം ക്ലോക്കായിരുന്നു. പിന്നെ വെട്ടലായി, വരയ്ക്കലായി, ഒട്ടിക്കലായി, പിന്നെ എല്ലാവരും ബിസിയായി. ഞങ്ങളവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഓരോരുത്തർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. പക്ഷെ അതൊന്നും ഞങ്ങൾ ബാധിക്കുന്നതല്ല. ലാസ്റ്റ് മിനിറ്റിൽ കടന്നു ഉരുളുന്നത് എനിക്ക് പണ്ടേ ഒരു ശീലമാണ്. ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യാൻ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു കേട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് വർക്കൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട്. പാരൻസൊക്കെ പെട്ടെന്ന് എല്ലാവരുമായിട്ട് മിങ്കിളാവും കേട്ടോ. അവിടുത്തെ ടീച്ചേഴ്സും അങ്ങനെയാണ്. പാരൻസിനോടൊക്കെ നന്നായിട്ട് മിങ്കിളായി, എന്താ പറയുക, നന്നായിട്ട് സംസാരിക്കും എല്ലാവരും. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇവരുടെ സ്കൂളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാ കാര്യത്തിനും പാരൻസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. പാരൻസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ ചെയ്യിക്കും. അവിടെ ആർട്സ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും പിന്നെ ഇങ്ങനെയുള്ള എന്ത് കൾച്ചറൽ പ്രോഗ്രാംസ് ആണെങ്കിലും പാരൻസിന് ഒരു പാർട്ടാക്കും കേട്ടോ അവർ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്കൂളിൽ എൻ്റെ മക്കൾ പഠിക്കുന്നതുകൊണ്ട് ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അത്രയ്ക്ക് ഹാപ്പിയാണ് ഞാൻ. സ്കൂൾ എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ ഇതുവരെ. കാലിക്കറ്റുള്ള മടവൂർ APSലാണ് കേട്ടോ എൻ്റെ കുട്ടികൾ പഠിക്കുന്നത്. ഗവൺമെൻറ് സ്കൂളാണ്. ഇവിടെ പഠിക്കുന്നതുകൊണ്ട് ഞാനും ഹാപ്പിയാണ്, എൻ്റെ മക്കൾ 100% ഹാപ്പിയാണ്. ഫൈനലി ഞങ്ങളത് പ്രസൻറ്റ് ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ഗ്രൂപ്പിലെ എല്ലാ പാരൻസും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. ഒരു ക്ലോക്ക് മാത്രമല്ല, പല ടൈപ്പ് ക്ലോക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് പിന്നെ ഓരോരുത്തർ മാറി മാറി അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളത് പറയാലോ, കണക്കിൽ ഞാൻ പണ്ടേ കണക്കാണ്. ജസ്റ്റ് ബെഞ്ച് മറിഞ്ഞിട്ട് കിട്ടിയ പാസ്സായ മാർക്ക് എന്നൊക്കെ പറയില്ലേ, അത്രയ്ക്ക് എനിക്ക് മാത്സിലൊക്കെ ഗ്രേഡ് ഉണ്ടായിരുന്നുള്ളൂ. തീരെ ഇൻട്രസ്റ്റിംഗ് അല്ലായിരുന്നു മാത്സ് ഒന്നും. ഞാനൊക്കെ പഠിച്ച സിലബസും ഇതൊക്കെ ആയിട്ട് ഒരുപാട് ഡിഫറൻസായി. എന്താ പറയുക, ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നതുകൊണ്ട് പാരൻസിനും കൂടെ മാത്സിലൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആവുകയും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കുറച്ചും കൂടെ ഈസി ആവുകയൊക്കെ ചെയ്യും. ഇത് സത്യം പറഞ്ഞാൽ നല്ലൊരു പരിപാടിയാണ്. ആ വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത എല്ലാ പാരൻസും ഹാപ്പി ആയിട്ടാണ് കേട്ടോ പോയത്. പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായം പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചെറിയൊരു അഭിപ്രായം അവിടെ പോസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ ദിനുവിൻ്റെ CPT അറ്റൻഡ് ചെയ്തു. തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. നല്ല ടയേർഡായി ഞാൻ. എനിക്ക് നല്ല ഹെഡേക്ക് ഉണ്ടായിരുന്നു മീറ്റിംഗ് ടൈമിലൊക്കെ. അപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് എത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഞാൻ ചാടി ഇറങ്ങി പോകുന്നു കേട്ടോ. മീറ്റിംഗ് കഴിഞ്ഞതും ദിനുവിൻ്റെ ക്ലാസ്സിൽ പുറത്തുനിന്നുള്ള വ്യൂ ആണ് കേട്ടോ. എനിക്കത് നല്ല ഇഷ്ടമായി. എനിക്കിങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു. ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞു. നല്ല ഷോക്കാണ്. ഫുഡൊന്നും അടിച്ചില്ല. സ്കൂളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ വീട്ടിലേക്ക് നടക്കാം. ഷോർട്ട് കട്ടിന് ഇങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് നടന്നിട്ട് പോവുകയാണെങ്കിൽ നല്ല തലവേദന ഉണ്ട്. തലവേദന സ്റ്റാർട്ടായാൽ പിന്നെ എൻ്റെ കാര്യം പോക്കാണ്. കുറയായിരിക്കും, കുറയോ നോക്കാം. ഇതാ എൻ്റെ കൂടെ ബാക്കി 2 ആളും ഉണ്ട്. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പതുക്കെ നടന്നു പോട്ടെ. മറ്റേ നടന്നു പോയില്ലെങ്കിൽ എത്തൂലേനോ, എപ്പോഴോ വീട്ടിലെത്തില്ലേനോ. ഇതെന്തിനാ, ഇതാണോ ഷോർട്ട് കട്ട്? ഒരു എമർജൻസി ഒന്നും എടുക്കാതെ വിഷയം മാറ്റിയില്ല, വേറെ ഒന്നുമല്ല. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2 പ്രാവശ്യം വീട്ടിലെത്തേണ്ട സമയമായി. 2 പ്രാവശ്യം ഏതൊക്കെ വഴി കൂടെ എന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ വഴിയും എല്ലാം പഴയതനായ ശരിയാവില്ലല്ലോ. നമ്മളിടയ്ക്കെല്ലാം പുതിയതാക്കാം അല്ലേ? പുതിയ വഴി, പുതിയ ജീവിത രീതി എല്ലാം ഇടയ്ക്കൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് പുതിയതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതല്ലേ. പിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. കാണുന്നവർ വിചാരിക്കും ഇതൊക്കെ വട്ടാണെന്ന്. എന്തായി ക്ഷീണിച്ചാ?
മദ്രസ കഴിഞ്ഞിട്ട് നേരെ വിട്ടതല്ലേ സ്കൂളിലേക്ക്. അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയുക, ഇവരെക്കാളും മുന്നേ സ്റ്റോപ്പിലൊക്കെ പോയി വെയിറ്റ് ചെയ്താണല്ലോ. അതുകൊണ്ട് ബാഗ് ഇവിടെ ഒരു ഷോപ്പിൽ കൊടുത്തിട്ടാണ് പോയി. അതെടുക്കാൻ വേണ്ടി മനു പോയതാണ്. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. പിന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നല്ല ടയേർഡാണ്. ഫുഡ് കഴിച്ചില്ല, ഉച്ചക്കുള്ള ഫുഡ് കഴിച്ചില്ല. ഉണ്ടാക്കിയിട്ട് ടിഫിൻ പിടിച്ചതാണ്. പക്ഷേ മനുവിൻ്റെ വർക്ക് കഴിയുമ്പോഴേക്ക്, മനുവിൻ്റെ CPT പിന്നെ വർക്കൊക്കെ കഴിയുമ്പോഴേക്ക് ലേറ്റായി. ഫുഡ് കഴിക്കാൻ പറ്റില്ല. വിശപ്പുണ്ട്, നല്ല തലവേദന ഉണ്ട്. പിന്നെ മനു ഫുഡ് കഴിച്ചില്ല കേട്ടോ. ഞാൻ കുറേ പറഞ്ഞ് ഫുഡ് കഴിക്കാൻ കേട്ടില്ല. ഫുഡ് കഴിച്ചിട്ടില്ല. നല്ല ക്ഷീണമുണ്ട്. ആളൊന്നുണ്ട്, ആളെ കണ്ടാൽ തന്നെ അറിയാം നല്ല ക്ഷീണമാണ്. ഫുഡ് ഉണ്ടായിട്ടും ഫുഡ് കഴിക്കാത്ത 2 ടീമാണ്. അതും രാവിലെ എണീറ്റ് ഫുഡൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് വെറുതെ ബാഗിനൊരു ഭാരമാക്കി പോയി എന്നല്ലാണ്ട് ഒരു കാര്യം ഉണ്ടായില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആക്കുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെന്താണ്, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.